കഞ്ചിക്കോട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ 5 പ്രതികളെന്ന് പോലീസ്. മുഖ്യ സൂത്രധാരൻ വ്യാപാരിയുടെ ബന്ധുവായ കിരൺ ഒളിവിലാണ്. പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് സൂചന. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂര് പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ കഞ്ചിക്കോട് വ്യാപാരിയെ ഇത്തരത്തിൽ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകുക, മോചനദ്രവ്യം ആവശ്യപ്പെടുക, അപ്പോൾ അതിലൊക്കെ മുഖ്യ സൂത്രധാരൻ വ്യാപാരിയുടെ ബന്ധുവാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത്? പോലീസ് അന്വേഷണം എങ്ങനെയാണ് അരുൺ നീങ്ങുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. 5 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. കഴിഞ്ഞ 28-ാം തീയതിയായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിയായ ഒരു വ്യാപാരി, ബിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ ബന്ധു ഉൾപ്പെടെയുള്ള സംഘം തട്ടിക്കൊണ്ടുപോയത്. ആദ്യം RC ബുക്ക്, അതായത് അദ്ദേഹത്തിന് ഒരു 5ഓളം വാഹനങ്ങളുണ്ട്, ഒരു ലോറി ഉൾപ്പെടെ. അതിൽ ഒരു വാഹനത്തിൻ്റെ RC ബുക്ക് പണയപ്പെടുത്തി 3 ലക്ഷം രൂപ ലോണ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. പാലക്കാട് അകത്തേത്തറ ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും പിന്നീട് കാറിൽ കയറ്റി കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി തമിഴ്നാടിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വലിയ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു, മർദ്ദിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ ഒരുപാട് മുറിവേറ്റ പാടുകളോടെയാണ് ഉണ്ടായിരുന്നത്. ആ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിൽ നിന്നും, അക്രമി സംഘത്തിൻ്റെ കയ്യിൽ നിന്നും ഇദ്ദേഹം സാഹസികമായിട്ട് രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലെ തന്നെ ഒരു കമ്പനിയിലേക്ക് പോവുകയും പിന്നെ അവിടുത്തെ ആ കമ്പനിയുടെ ഉടമസ്ഥരും മറ്റുമൊക്കെ ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ച് പാലക്കാട്ടേക്ക് തിരിച്ചെത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് പാലക്കാട് ഹേമാംബിക നഗർ പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരാൾ പിടിയിലായിട്ടുണ്ടായിരുന്നു. ആ പിടിയിലായ വ്യക്തി രവീന്ദ്രൻ എന്ന ആളാണ് പിടിയിലായത്. ഈ രവീന്ദ്രൻ എന്ന വ്യക്തിക്ക് ഈ ഒരു ക്രൈമിലുള്ള റോള് എന്ന് പറയുന്നത് ഈ RC ബുക്ക് പണയപ്പെടുത്തി പണം നൽകാമെന്ന് പറഞ്ഞ് ചെക്കും മറ്റ് രേഖകളും ഒക്കെ ഈ ബിനു നൽകിയിരുന്നത് രവീന്ദ്രൻ്റെ പക്കലാണ്. മാത്രമല്ല ഈ സംഘം ഇത്തരത്തിൽ ഈ ഒരു ബിനുവിനെ തട്ടിക്കൊണ്ടുപോയി 15 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന ഉൾപ്പെടെയുള്ള പ്ലാനിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് രവീന്ദ്രൻ അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് പോലീസ് ഇന്നലെ വൈകിട്ടോടുകൂടി രവീന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഇനി 4 പ്രതികൾ കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് അന്വേഷണം. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഈ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ വലിയ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 പ്രതികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.